ചങ്ങനാശ്ശേരിക്കാരിയാണെങ്കിലും പാർവതി ഓമനക്കുട്ടൻ വളർന്നതും ഇപ്പോൾ താമസിച്ചു കൊണ്ടിരിക്കുന്നതും മുംബൈയിലാണ്. സുന്ദരി കൂടിയായപ്പോൾ സിനിമയിലേക്ക് ക്ഷണിക്കപ്പെട്ടു. അഭിനയത്തിലേക്ക് എടുത്തു ചാടുമ്പോൾ സൂക്ഷിക്കണമല്ലോ. നല്ല ബാനർ, നല്ല സംവിധായകൻ, നല്ല റോൾ, പ്രശസ്തനായ നായക നടൻ. അത്തരത്തിൽ ആഗ്രഹിച്ചതുകൊണ്ട് മലയാളത്തിൽ നിന്നും വന്ന ചെറിയ ഓഫർ വേണ്ടെന്ന് വെച്ച് തമിഴ് ഓഫർ സ്വീകരിച്ചു. ബില്ല 2 എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ 30 ദിവസമാണ് ചോദിച്ചത്. 30 ദിവസമല്ല, എത്ര ദിവസം വേണമെങ്കിലും കൊടുക്കാൻ പാർവതി ഓമനക്കുട്ടൻ തയ്യാറായിരുന്നു. ഒരു നല്ല പ്രൊജക്ടിന് ദിവസങ്ങളും പ്രതിഫലവും പ്രശ്നമാക്കിയിരുന്നില്ല. 30 ദിവസം അഭിനയിച്ചു. സിനിമ റിലീസ് ചെയ്യുമ്പോൾ നായകനേക്കാൾ കൂടുതൽ സീനുകൾ നായികയ്ക്കായിരിക്കുമെന്ന് കരുതി. എന്നാൽ സിനിമ കണ്ടപ്പോൾ കണ്ണു തള്ളിപ്പോയി. 2.5 മണിക്കൂർ സിനിമയിൽ വെറും അരമണിക്കൂർ മാത്രമാണ് പാർവതി ഓമനക്കുട്ടന്റെ രംഗങ്ങൾ. ബാക്കിയെല്ലാം എഡിറ്റിംഗ് ടേബിളിൽ കുരുങ്ങിക്കിടന്നു. നല്ല നല്ല രംഗങ്ങളാണ് വെട്ടിക്കളഞ്ഞത്. ഇതുകൊണ്ടൊന്നും പാർവതിയെ തോൽപ്പിക്കാനും കഴിയില്ല. പാർവതി ഓമനക്കുട്ടൻ വാശിയോടെ സിനിമയിൽ നിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. വിജയം വരെ അഭിനയ സമരം. ഇത്തരം ആത്മവിശ്വാസമുള്ളവർ മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. പാർവതി ഓമനക്കുട്ടന് അതിന് കഴിയണം.